ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 3-ാം വാക്യം. അന്നന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നുള്ള ശിഷ്യന്മാരുടെ ആവശ്യം കേട്ടപ്പോൾ ഈശോ അവരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലേ. ആ പ്രാർത്ഥനയുടെ ഭാഗമാണിത് അല്ലേ. അന്നന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹമുള്ളവരെ, അത്യാർത്തി നിറഞ്ഞ ഈ ലോകത്തിൽ സമ്പത്തിനെ മാത്രം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒത്തിരിയേറെ വ്യക്തികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തില് ഈശോയുടെ ഈ വചനം വലിയൊരു വെല്ലുവിളിയാണ്. നമ്മളൊക്കെ ഇന്ന് സമ്പത്ത് ശേഖരിച്ചു വെക്കാനായിട്ട് ആഗ്രഹിക്കും അല്ലെ. ഇഷ്ടംപോലെ കുന്നുകൂട്ടി വെക്കുക. എന്തിനു വേണ്ടിയാ? നാളത്തേക്ക് വേണ്ടി. ഓരോ ദിവസവും ആരെത്ര വേദനിച്ചാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല, എൻ്റെ ജീവിതത്തില് എനിക്ക് സന്തോഷം വേണം, എനിക്ക് സമ്പത്ത് വേണം. ഈ സമ്പത്ത് നേടിയെടുക്കാനായിട്ട് ആരെ വേണമെങ്കിലും വേദനിപ്പിക്കുവാൻ പോലും നമ്മൾ തയ്യാറാവുക. സമ്പത്തിനെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുക. ഈ ഒരു സാഹചര്യത്തിലാ ഈശോ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. എന്താ പ്രാർത്ഥിക്കാൻ പറയുന്നത്? അന്നു വേണ്ട ആഹാരം ഓരോ ദിവസത്തേക്ക് വേണ്ടത് മാത്രം നീ നിന്റെ ദൈവത്തോട് ചോദിക്കുക. ദൈവപരിപാലനയില് നീ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് നീ ദൈവത്തോട് ചോദിച്ചാൽ ഓരോ ദിവസവും നിനക്ക് വേണ്ടത് നിന്റെ ദൈവം കൃത്യമായിട്ട് നൽകും. സ്നേഹമുള്ളവരെ, ദൈവപരിപാലനയുള്ള ആശ്രയം കുറയുമ്പോഴാണ് നമ്മളൊക്കെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഇഷ്ടം പോലെ പണം സമ്പാദിച്ചു വെക്കുക. ആർക്കും കൊടുക്കത്ത് പോലില്ല കേട്ടോ. ഒരുവൻ വേദനിച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും അവനെ സഹായിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല. അവന്റെ വേദന നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ എൻ്റെ സുഖസൗകര്യങ്ങള്, എൻ്റെ സമ്പത്ത് എന്നുള്ള ധാരണയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. ആരെയും സഹായിക്കാൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ല. ദൈവപരിപാലനയിൽ ആശ്രയിക്കാതെ സമ്പത്തിൽ മാത്രം ആശ്രയിച്ച് സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഇവരോടാണ് ഈശോ പറയുന്നത് എന്ത്? നിങ്ങളിതേ ഓരോ ദിവസത്തേക്ക് വേണ്ടത് മാത്രം നിന്റെ ദൈവത്തോട് ചോദിക്കേ. നിന്റെ ദൈവം നിന്റെ ജീവിതത്തില് തന്നുകൊള്ളും. ദൈവത്തില് അടിയുറച്ച് വിശ്വസിക്കുന്നവന്റെ ജീവിതത്തില് വേണ്ടത് എന്താണ് എന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. അവൻ വേണ്ട സമയത്ത് കൃത്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം, ഈ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും. എനിക്ക് വേണ്ടത് എന്നേക്കാൾ കൃത്യമായിട്ട് എൻ്റെ ദൈവത്തിനറിയാം. അവൻ എൻ്റെ ജീവിതത്തില് വേണ്ടത് നൽകും. ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പണത്തിന്റെ പിന്നാലെ പോകത്തില്ല. സമ്പത്ത് നേടിയെടുക്കാനായിട്ട് ആരെയും വേദനിപ്പിക്കത്തില്ല. മറ്റുള്ളവരെ സഹായിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ഉള്ളില് ഈ സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹമുണ്ടെങ്കിൽ, ഈ സമ്പത്ത് നേടാനായിട്ട് മറ്റുള്ളവരെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട്, എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്, എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട്, ഓരോ ദിവസത്തേക്കും വേണ്ടത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുവാനായിട്ട്, ദൈവപരിപാലനയില് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.